സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഡിസോർഡറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപക്ഷെ പ്രീമെൻസ്ട്രൽ സിൻഡ്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. അതായത് പീരീഡ്സുമായിട്ട് അനുബന്ധിച്ചുണ്ടാവുന്ന മൂഡ് സ്വിങ്സ്. അതേസമയം പീരീഡ്സ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പീരീഡ്സിന് തൊട്ട് മുന്നേയൊക്കെ ആയിട്ടോ ഇൻറ്റൻസ് മൂഡ് ഷിഫ്റ്റ് വരുന്ന കാര്യം, അതായത് നമ്മുടെ ജോലിയെയും റിലേഷൻഷിപ്പിനെയും ആകെ മൊത്തം നമ്മുടെ ഡെയിലി ലൈഫിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത് കളയുന്ന ഒരു ഡിസോർഡറാണ് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡറിന്റെ സിംറ്റംസ് എന്ന് നോക്കാം. സീവിയർ ഡിപ്രഷൻ പ്രധാനപ്പെട്ടൊരു സിംറ്റമാണ്. ഫീലിങ്സ് ഓഫ് ഹോപ്പ്ലെസ്നെസ് ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ ഉറക്കത്തിന്റെ പാറ്റേണിലുള്ള ചേഞ്ച്, ഒന്നുകിൽ എക്സസീവായിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ ഒട്ടും ഉറക്കം ഇല്ലാത്ത അവസ്ഥ, ആങ്സൈറ്റി, ടെൻഷൻ, നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത അത്രയും മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കുക, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ തന്നെ ഫുൾ ടൈം ഭയങ്കര ടയേർഡായിട്ട് ലോ എനർജി ആയിട്ടിരിക്കുക, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, ബ്ലോട്ടിംഗ്, ജോയിന്റ് പെയിൻ, ഹെഡേക്ക്, ബ്രസ്റ്റ് ടെൻഡർനെസ് തുടങ്ങിയുള്ള ഫിസിക്കൽ സിംറ്റംസും കാണപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ ഉണ്ടാകുന്നത് എന്നതിന് പിന്നിലെ കറക്റ്റായിട്ടൊരു കാരണം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ കൂടി സാധാരണ ഈ ഡിസോർഡർ ഉള്ള സ്ത്രീകൾക്ക് പൊതുവെ നമ്മളിൽ കാണപ്പെടുന്ന നോർമൽ ആയിട്ടുള്ള ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിനോട് അവർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അത് നേരെ വലിയൊരു മൂഡ് സ്വിങ്സിലോട്ട്, നമ്മുടെ കൺട്രോൾ ഇല്ലാത്തൊരു മൂഡ് സ്വിങ്സിലോട്ട് നയിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂഡിനെയും വെൽബീയിങ്ങിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ബ്രെയിനിലെ കെമിക്കലാണ് സെറോട്ടോണിൻ. സെറോട്ടോണിനായിട്ടും ഒരു കണക്ഷൻ ഉള്ളതായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ ഉള്ളതായിട്ട് ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. അതുപോലെ തന്നെ സാധാരണ ഡോക്ടേഴ്സ് പറയുന്നതാണ് അടുത്തടുത്ത് വരുന്ന 2 പീരീഡ്സിന്റെ സമയത്ത് നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഉണ്ടോ എന്ന് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, സാധാരണ മൂഡ് സ്വിങ്സ് പോലെ നമുക്ക് എഴുതി കളയാൻ പറ്റിയ കാര്യമല്ല. കാരണം കൃത്യമായിട്ടുള്ള അറ്റൻഷനും കെയറും ട്രീറ്റ്മെന്റും ഒക്കെ വേണ്ട ഒരു ഡിസോർഡറാണ് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ആശ്വസിക്കാനുള്ള വക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയറിന്റെ സപ്പോർട്ടോടുകൂടിയും ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെയും ഓൺലൈൻ കമ്മ്യൂണിറ്റീസിന്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിസോർഡർ കൂടിയാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ധാരാളം സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഡിസോർഡറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഓരോ പീരീഡ്സിന്റെ സമയം, ഓരോ മാസവും പീരീഡ്സിന്റെ ആ സമയത്ത് അവർക്ക് വേണ്ട കുറച്ച് കൈൻഡ്നെസ്സോടുകൂടി അവരെ ഡീൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അവരുടെ മൂഡ് സ്വിങ്സ് മേ ബി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്രയും നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് അത് കൂടുതൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് പോകത്തേ ഉള്ളൂ. പകരം ഒന്ന് സപ്പോർട്ട് ചെയ്ത് സമാധാനപ്പെടുത്തിയിരിക്കാൻ ശ്രമിച്ചാൽ മേ ബി അവരുടെ മൂഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.